ജമ്മു കാശ്മീരിൽ ഈ പറയുന്ന വിവിധങ്ങളായ രാഷ്ട്രീയ കക്ഷികളുടെ ഫലങ്ങളിലൂടെ പുറത്തു വരുന്ന ഒരു വിധിയാണ് അവസാന വേർഡിക്റ്റ് എങ്കിൽ ഹരിയാനയിൽ അതൊരു ഡയറക്റ്റ് ഫൈറ്റ് ആണ്. കോൺഗ്രസും ബി.ജെ.പിയും നേർക്കുനേർ പോരിടുന്ന കാഴ്ച എന്നുള്ളത് കൊണ്ട് ഈ രണ്ടു സംസ്ഥാനങ്ങളിൽ ഏറ്റവും ആകാംക്ഷ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് വിവരങ്ങൾ വരുന്ന ഏറ്റവും ആകാംക്ഷ നിലനിർത്തുന്നത് ഹരിയാനയിൽ തന്നെയാണ്. പക്ഷേ ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് രാഷ്ട്രീയമായ വളരെയധികം നിർണായകമായ ഒരു ഫലം നൽകേണ്ടതാണ്. 10 വർഷമായി ചൂണ്ടുവിരലിൽ മഷി പുരട്ടാൻ വിധിയില്ലാത്ത ജനത 10 വർഷത്തിന് ശേഷം അവരുടെ രാഷ്ട്രീയ വിധി എഴുതിയവർക്ക് എന്ത് വിധി മറുപടി നൽകും എന്നുള്ളതാണ് ജമ്മു കാശ്മീർ നൽകുന്ന ഏറ്റവും രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു വിധി എന്ന് പറയുന്നത്. അത് ഉണർത്തുന്ന ആകാംക്ഷയും അതുകൊണ്ട് തന്നെയാണ്. 10 വർഷക്കാലം വോട്ട് ചെയ്യാൻ വിധിയില്ലാതെ പോയ ജനം വിവിധങ്ങളായ ഭരണപരിഷ്കാരങ്ങൾക്ക് ശേഷം അവനവന്റെ ജനാധിപത്യ വിധി എഴുതിയ ഭരണകൂടത്തിന് എന്ത് മറുപടി നൽകും എന്നുള്ള ചോദ്യമാണ് ഉയർത്തുന്നത്. 21 സീറ്റുകളിലാണ് കാശ്മീരിൽ ഇപ്പോൾ ലീഡ് നില പുറത്തു വരുന്നത്. 44 ഇടങ്ങളിൽ ഹരിയാനയിൽ നിന്നുള്ള ഫലസൂചനകൾ വരുന്നു. 48 ഇടങ്ങളിലാണ് ഹരിയാനയിൽ നിന്നുള്ള ഫലസൂചനകൾ പുറത്തു വരുന്നത്. 32 ഇടങ്ങളിൽ ലീഡ് നിലനിർത്തിക്കൊണ്ട് കോൺഗ്രസ് തങ്ങൾ തന്നെയാണ് എന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെ ശരിവെക്കുന്ന നിലയിലേക്ക് കുതിപ്പ് തുടരുകയാണ്. 13 ഇടങ്ങളിലാണ് ബി.ജെ.പി ഹരിയാനയിൽ മുന്നിട്ട് നിൽക്കുന്നത്. തീർച്ചയായും 35 ഇടങ്ങളിലേക്ക് കോൺഗ്രസ് ലീഡ് നില ഉയർത്തുന്നതാണ് നമ്മൾ കാണുന്നത്. 35ലേക്ക് കോൺഗ്രസ് ലീഡ് നില ഉയർത്തുമ്പോൾ 14 ബി.ജെ.പി മുന്നിട്ട് നിൽക്കുന്നത്. ഇന്ത്യൻ നാഷണൽ ലോക്ദൾ 2 സീറ്റുകളിൽ മുന്നിൽ നിൽക്കുന്നു ഹരിയാനയിൽ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാൻ കഴിയുന്ന കാര്യം. 35 സീറ്റുകളിലേക്ക് കോൺഗ്രസിന്റെ ലീഡ് നില ഉയർത്തുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് 10 വർഷങ്ങൾക്ക് ശേഷം ഹരിയാന ഒരു വമ്പിച്ച വിജയം നൽകുകയാണോ? നരേന്ദ്രമോദി വേവിന്റെ തുടക്കം 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യം ജയിക്കുന്നത് ഹരിയാനയാണ്. ഹരിയാനയും മഹാരാഷ്ട്ര ഇനി ബൂത്തിലേക്ക് പോവുകയാണ്. അവിടെയും ഇത് ആവർത്തിക്കുമോ? ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വലിയ സൂചനകൾ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഇതാ ഹരിയാനയിൽ 35 കോൺഗ്രസ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും അവിടെ നവാബ് സൈനിയുടെ സർക്കാർ വീഴും എന്ന സൂചന നൽകിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ തിരിച്ചുവരവ് എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിച്ചിട്ടുണ്ട്. ആ എക്സിറ്റ് പോളുകളെ ശരിവെക്കുന്ന വിധത്തിൽ കോൺഗ്രസ് ഒരു കുതിപ്പ് നടത്തുകയാണ്. ഹരിയാനയിൽ ഏറ്റവും ഒടുവിലത്തെ സൂചന അനുസരിച്ച് 35 കോൺഗ്രസ് 17ലേക്ക് ബി.ജെ.പി അവരുടെ ലീഡ് നില ഉയർത്തുന്നു. ഇന്ത്യൻ നാഷണൽ ലോക്ദൾ 2 സീറ്റിലും അതായത് 35 എന്ന സംഖ്യയിലേക്ക് കോൺഗ്രസ് എത്തുകയാണ്. കേവല ഭൂരിപക്ഷത്തിന് 10 സീറ്റ് മാത്രം. 12 ഇടങ്ങളിൽ കാശ്മീരിൽ ലീഡ് പിടിച്ചിരിക്കുന്നു കോൺഗ്രസ് സഖ്യം എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ബി.ജെ.പി 7 ഇടങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. 21 മണ്ഡലങ്ങളിലെ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ കോൺഗ്രസ് സഖ്യം 12 ഇടങ്ങളിലും ബി.ജെ.പി 7 ഇടങ്ങളിലുമാണ്. പി.ഡി.പി 1 സീറ്റിലും മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ജമ്മു കാശ്മീരിന്റെ വിധിയെഴുത്തിന്റെ ആദ്യഘട്ടങ്ങളിലെ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ കോൺഗ്രസ് സഖ്യം മുന്നിട്ട് നിൽക്കുന്നു എന്നു തന്നെയാണ്. 38ലേക്ക് ഹരിയാനയിൽ കോൺഗ്രസ് 20 ബി.ജെ.പി 38ലേക്ക് കോൺഗ്രസ് ലീഡ് നില ഉയർത്തുന്നു. 90 അംഗ നിയമസഭയിൽ 45 മാജിക് നമ്പർ. ആ കേവല ഭൂരിപക്ഷത്തിലേക്ക് അനായാസം നടന്നെടുക്കുകയാണ് കോൺഗ്രസ്. ഹരിയാനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് EVM കൗണ്ടുകൾ കൂടി വന്നിരിക്കുന്നു. 21 ബി.ജെ.പി. ഹരിയാനയിൽ നിന്ന് നമുക്ക് അർജുനെ ആവശ്യമുണ്ട്. അർജുൻ റോത്തക്കിൽ അർജുൻ ഇപ്പോൾ ഉണ്ട്. അർജുൻ 38ലേക്ക് കോൺഗ്രസിന്റെ സംഖ്യ ഉയരുകയാണ്. റോത്തക്കിൽ ആഘോഷം തുടങ്ങിയോ? ഹൂഡ പരിവാർ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചുവരവുകളിൽ ഒന്ന് കാഴ്ചവെക്കുമ്പോൾ എങ്ങനെ പ്രതികരിക്കുന്നു റോത്തക്? ആഘോഷങ്ങൾ അത് പാർട്ടി ഓഫീസുകളും പാർട്ടി കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ആരംഭിച്ചിട്ടുണ്ട്. ആഹ്ലാദ പ്രകടനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ വീട്ടിലേക്ക് പ്രവർത്തകർ അദ്ദേഹത്തിന് ചൗധരിക്ക് അണിയാനുള്ള തലപ്പാവുമായി എത്തിയിട്ടുണ്ട്. ഇനി ചെറിയ കളികളിൽ ആദ്യം 5 or 6 സീറ്റുകളിൽ ലീഡ്, പിന്നെ ഇരട്ടി ലീഡ്. ഇപ്പോൾ ഒരൊറ്റയടിക്ക് എടുത്ത് ചാടിയിരിക്കുകയാണ് 35 എന്നുള്ള ഒരു കൗണ്ടിലേക്ക്. ചെറിയ കളികളില്ല, ഇനി വലിയ കളികൾ മാത്രം ഹരിയാനയിൽ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കോൺഗ്രസ് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് പക്ഷേ പ്രതീക്ഷിച്ചതായിരുന്നു. ആ ഒരു ആത്മവിശ്വാസം ഹൂഡ ക്യാമ്പിലുണ്ടായിരുന്നു, കോൺഗ്രസ് പ്രവർത്തകരിലുണ്ടായിരുന്നു, കോൺഗ്രസ് അണികളിലുണ്ടായിരുന്നു. നിലവിൽ പ്രവർത്തകർ തടിച്ചുകൂടിയിട്ടുണ്ട് ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ വസതിക്ക് മുന്നിൽ. അദ്ദേഹത്തെ സ്വീകരിക്കാനാണ്, അദ്ദേഹത്തെ കണ്ട ആഹ്ലാദം പങ്കുവെക്കാനാണ്. അദ്ദേഹത്തിന്റെ തലപ്പാവ് അദ്ദേഹത്തിന്റെ തലയിൽ ചാർത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ തലപ്പാവ് തലയിൽ ചാർത്തി കൊടുക്കുന്ന സമയത്ത് ഞങ്ങളെ നയിക്കാനായി താങ്കൾ വീണ്ടും വരൂ എന്നുള്ളൊരു കാര്യം കൂടി അവർ പങ്കുവെക്കുമെന്നുള്ള കാര്യമാണ്. ഇവിടെ ഓരോരുത്തരോട് സംസാരിച്ചാൽ അവിടെ അദ്ദേഹത്തിന്റെ അണികളെല്ലാം ഉയർത്തുന്നത് അല്ലേ? തീർച്ചയായിട്ടും ഹൂഡ എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റൊരു പേര്, അത് ഈ അണികളെ സംബന്ധിച്ചോ പ്രവർത്തകരെ സംബന്ധിച്ചോ അവർക്ക് ആർക്കും പങ്കുവെക്കാനില്ല എന്നുള്ളത് തന്നെയാണ്. चाचा बहुत लीड हो रहा है अभी कांग्रेस का. अभी और भीड़ होगी बहुत ज्यादा. हूडा ही आएगा? हाँ पूरा आएगा. और कोई नहीं, हूडा ही सीएम बनना है. सीएम हूडा. कांग्रेस कितना तक हो जाएगा? हाँ जी
70 हाँ 70 पार പലർക്കും 70 സീറ്റ് വരെയൊക്കെ നേടുമെന്നാണ് പോലീസ്. उड्रा 70 पार लेगा सीट और उड्रा सीएम बनेगा बेटा। और बीजेपी जा रहा है. जा रही बीजेपी। बीजेपी ने कोई काम नहीं करा, बीजेपी ने कोई काम नहीं जो भी करा उल्टा सरकार ने करा, कर्मचारी पक्के करे, उसके सरकार में होया, बीजेपी के सरकार में कोई नहीं होया। 70 സീറ്റുകളിൽ മുകളിൽ പോകും കോൺഗ്രസ് എന്നുള്ള പ്രവചനമാണ് ഇവിടെയുള്ള പ്രവർത്തകർ എല്ലാവരും തന്നെ പങ്കുവയ്ക്കുന്നത്. അവർക്കെല്ലാം ഫലസൂചനകൾ വരുമ്പോൾ അർജുൻ ഇതാ 40ലേക്ക് കോൺഗ്രസിന്റെ സംഖ്യ എത്തുന്നു. കേവല ഭൂരിപക്ഷത്തോട് അടുക്കുകയാണ്. 41 ഇത് ലീഡ് നില മാത്രമാണ്. ആദ്യത്തെ ലീഡ് നിലയാണ്, ആദ്യത്തെ ഫലസൂചനയാണ്. 41 കോൺഗ്രസും 25 BJPയും ലീഡ് ചെയ്യുകയാണ്. ഹരിയാനയിൽ 18 കോൺഗ്രസ് സഖ്യം, അതായത് കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യവും 15 BJPയും ലീഡ് ചെയ്യുകയാണ്. PDP 2 സീറ്റുകളിലും ലീഡ് ചെയ്യുകയാണ്. ജമ്മു കാശ്മീരിൽ ആദ്യഘട്ട ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ ഹരിയാനയിലും അതിനോടൊപ്പം തന്നെ കാശ്മീരിലും കൃത്യമായി കോൺഗ്രസ് സഖ്യത്തിന് ലീഡ് നിലയെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുകയാണ്. ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 41 മണ്ഡലങ്ങളിലാണ് ഹരിയാനയിൽ ഇപ്പോൾ കോൺഗ്രസ് ലീഡെടുത്ത് നിൽക്കുന്നത്. 25 ഇടങ്ങളിൽ BJPയും ലീഡെടുത്ത് നിൽക്കുന്നു. കാശ്മീരിലേക്ക് പോവുകയാണെങ്കിൽ 15 BJP എങ്കിൽ 18 നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യവും. തീർച്ചയായും 38 കോൺഗ്രസും 25 BJPയും എന്നുള്ളതാണ് ഹരിയാനയുടെ ചിത്രം. എങ്കിൽ ജമ്മു കാശ്മീരിൽ കോൺഗ്രസ് സഖ്യം 18 BJP 15 BJP ലീഡ് ചെയ്യുന്ന 15 സീറ്റുകളും ജമ്മുവിൽ നിന്നുള്ളവയാണ്. ജമ്മുവിൽ 43 കാശ്മീരിൽ 47 സീറ്റുകളാണ് 90 ജമ്മു കാശ്മീർ നിയമസഭയിൽ ഉള്ളത്. അതിൽ ജമ്മു മേഖലയിലെ 15 സീറ്റുകളിലാണ് ഇപ്പോൾ BJP ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജമ്മുവിലെ 2 സീറ്റുകളിൽ കോൺഗ്രസ് സഖ്യവും ലീഡ് ചെയ്യുന്നുണ്ട്. കശ്മീർ വാലിയിൽ അതേസമയം വലിയ മുന്നേറ്റം അവിടെ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് നാഷണൽ കോൺഫറൻസ് എന്നുള്ളത് ഈ ഫലസൂചനകളിൽ നിന്ന് വ്യക്തമാണ്. 18 അവിടെ ലീഡ് ചെയ്യാൻ കഴിയുന്നു. അത് 20ലേക്ക് വരുന്നു. അതായത് 20 നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം ലീഡ് ചെയ്യുകയാണ് ജമ്മു ആൻഡ് കാശ്മീരിൽ. തൊട്ടുപിറകിൽ 18 BJP ഉണ്ട്, 2 PDP ലീഡ് ചെയ്യുന്നു എന്നുള്ള കാര്യവും നിർണായകമാണ്. PDP കഴിഞ്ഞ നിയമസഭയിൽ നിർണായക ശക്തിയായിരുന്നുവെങ്കിൽ 10 വർഷങ്ങൾക്കിപ്പുറം PDP ദുർബലമാണ്. അതേസമയം തന്നെ ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷി കൂടിയാണ് PDP. ഒരു തൂക്കുസഭ വരികയാണ് എങ്കിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് CPM സഖ്യത്തെ പിന്തുണയ്ക്കാൻ PDP തയ്യാറാകുമോ എന്നുള്ളതായിരിക്കും നിർണായകമായ രാഷ്ട്രീയമായി ചേർന്ന് നിൽക്കാൻ കഴിയില്ല എങ്കിലും ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു മുന്നണിയിൽ നിൽക്കുന്ന ഇടങ്ങളിൽ അവിടെ നിന്നുണ്ടാകുന്ന ഒരു ഫോർമുല അനുസരിച്ച് കൃത്യമായി ഒരു പിന്തുണ നൽകി മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. 22 ഇടങ്ങളിലാണ് നിലവിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം അവിടെ മുന്നിട്ട് നിൽക്കുന്നത്. 18 ഇടങ്ങളിലാണ് BJP ഉള്ളത്. 48 ഇടങ്ങളിലെ ഫലസൂചനകളാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്.